എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫെബിൻ സിറിയക് എന്നാണ്. കഴിഞ്ഞ ദിവസം യുകെയിലെ നേഴ്സിംഗ് ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നിലവിൽ യുകെയിലേക്ക് ഓവർസീസിൽ നിന്ന് നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓവർസീസ് ക്വാളിഫൈഡ് നേഴ്സാണ്, IELTS അല്ലെങ്കിൽ OET ഒക്കെ പാസ്സായിട്ട് യുകെയിലേക്ക് വരാൻ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വരാൻ നിൽക്കുന്ന നേഴ്സാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിലവിലുള്ള 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ വന്ന് നിങ്ങളുടെ OSCE എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം NMC രജിസ്ട്രേഷൻ കരസ്ഥമാക്കുക. അതിനുശേഷം നിങ്ങൾ തിരിച്ചു പോവുക. അതിനുശേഷം നാട്ടിൽ നിന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസിന് തുല്യമായൊരു വേക്കൻസി വരുമ്പോൾ ആ വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് കയറി വരിക. വൺസ് നിങ്ങളുടെ NMC രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. എല്ലാ വർഷവും രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു വേക്കൻസി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വർക്ക് വിസയിൽ കയറി വരാം. അതിലുപരി നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി യുകെയിൽ വരിക. നിങ്ങൾ 1 ഇയറിൻ്റെ ബേസിക് പ്രോഗ്രാമോ അതല്ലെങ്കിൽ MSc പ്രോഗ്രാമോ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനായി നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിനകത്ത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം. കോഴ്സിന് ശേഷം ഗ്രാജുവേറ്റ് വിസ പീരീഡിൽ നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് വിസ പീരീഡിനകത്ത് 1.5 വർഷം സമയമുണ്ട്. ആ ഒരു 1.5 വർഷം നിങ്ങൾക്ക് വിസ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് നേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. അങ്ങനെയുള്ള ജോബുകൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു പെർമനൻറ്റ് ജോബ് കിട്ടാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും യുകെയിലുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ അതിനെക്കുറിച്ച് വിമർശനമൊക്കെ ആയിട്ട് വന്നു. നിങ്ങൾ ഇവിടുത്തെ ഒരു വലിയ റിക്രൂട്ടർ അല്ലേ, ഇവിടെ ഉള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് വീണ്ടും ആളുകളെ കൊണ്ടുവരുന്നത്? ഞങ്ങളിവിടെ പല ജോബുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ജോലി ഇല്ലാതെ കുറേ നേഴ്സുമാർ നിൽക്കുന്നുണ്ട്, പിന്നെയും എന്തിനാണ് നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിച്ച് ഒത്തിരിയധികം കമൻറ്റുകളും അതേപോലെ പല ആളുകളും എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അതിലുപരി പല ഗ്രൂപ്പുകളിലും ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ എന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആളുകളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല ഡിസ്കഷനുകളും കണ്ടു. അപ്പം അതുകൊണ്ട് ഒരു നേഴ്സ് എന്ന നിലയിലും ഒരു റിക്രൂട്ടർ എന്ന നിലയിലും എനിക്കിതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒന്ന് സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞങ്ങൾ കുറേ വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്തു, ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന്. അപ്പം യുകെയിലുള്ള പലരുടെയും പരാതിയാണ്, ഒത്തിരി വേക്കൻസികൾക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു റിക്രൂട്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാത്തത് എന്നതുകൂടി പറയാം. നിലവിലുള്ള സിറ്റുവേഷൻ പ്രകാരം യുകെയിൽ വേക്കൻസികൾ ഇല്ലാത്തിട്ടല്ല, വേക്കൻസി നമ്പേഴ്സ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസി നമ്പേഴ്സ് കുറവാണ് എന്നുള്ളത് തികച്ചും സത്യമായ കാര്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് NHSൽ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് NHSലുള്ള വേക്കൻസികളെല്ലാം തന്നെ, മെജോറിറ്റി ആയിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരാൾ ബാൻഡ് 5 നിന്ന് ബാൻഡ് 6ലേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാൻഡ് 6 പ്രോഗ്രഷനായിട്ട് കാണുന്നു, പക്ഷേ ആ ബാൻഡ് 5 വേക്കൻസി ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പല ട്രസ്റ്റുകളിലും വേക്കൻസികൾ, എമർജൻസി അല്ലാത്ത എല്ലാ വേക്കൻസികളും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റികൾ കുറവാണ് എന്നുള്ളത് ഒന്നാമത്തെ സത്യം. ഇനി രണ്ടാമത്തെ കാര്യം, സോഷ്യൽ കെയർ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോമുകളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കോ വന്നാലുള്ള സിറ്റുവേഷൻ, അവിടെയൊക്കെ തന്നെ പ്രധാനമായിട്ട് സിഫ് പാത്വേയിൽ കൂടി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പ്രോഗ്രസ് ആണെന്ന് കെയർ വിസയിൽ വന്നിട്ട് സീനിയർ കെയർ വിസയിൽ വന്നതിന് ശേഷം IELTSും അല്ലെങ്കിൽ OSCEയും പാസ്സായി പിൻ നമ്പർ കിട്ടിയ ഒത്തിരി ആളുകൾ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ തന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലിക്ക് കയറിയത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു നേഴ്സിനെ എടുക്കേണ്ട ആവശ്യം അത് വന്നിട്ടില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോലികളുടെ വേക്കൻസികളെ കുറിച്ചിട്ടുള്ള കാര്യവും അതല്ലെങ്കിൽ നിലവിലത്തെ സിറ്റുവേഷനും. ഇനി എന്തുകൊണ്ടാണ് നമ്മളുടെ ആളുകൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാത്തത് എന്നതിനകത്ത് ഒരു 3-5 റീസൺസ് കൂടിയുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, വേക്കൻസികൾ വരുമ്പോൾ ആ വേക്കൻസികളിലേക്ക് നമ്മുടെ ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു ആപ്ലിക്കേഷൻ പോലും അയക്കാൻ വേണ്ടിയിട്ട് ആളുകൾ റെഡിയാകാറില്ല. അതിൻ്റെ വളരെ സത്യമായിട്ട് അറിയാം. നിങ്ങൾ NHSൽ ഒരു എംപ്ലോയറാണ് അല്ലെങ്കിൽ NHSൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു മാനേജറാണെങ്കിൽ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ റിക്രൂട്ടറാണ്, ഞങ്ങളുടെ അടുത്ത് 100 കണക്കിന് ആളുകൾ CV അയക്കാറുണ്ട്. പല CV ഞങ്ങളുടെ അടുത്ത് വരുന്ന CV ഒരു 1 പേജ് ഷീറ്റിനകത്ത് അവരുടെ ഇൻഫർമേഷൻസ് മാത്രം ഇട്ടിട്ടുള്ളൊരു CV ആണ്. അതും പ്രോപ്പറായിട്ടൊരു ഒരു CV ഫോർമാറ്റിലോ അതല്ല എങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ PDF ഡോക്യുമെൻ്റ് ആയിട്ടോ പോലും അയക്കാതെ അവർ സ്കാൻ ചെയ്ത് ഫോട്ടോ ആയിട്ട് വരെയൊക്കെയാണ് CV അയക്കുന്നത്. അപ്പം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ആളുകൾ പലപ്പോഴും അത് ചെയ്യാറില്ല, അതിനുള്ള ക്ഷമ കാണിക്കാറില്ല.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CV പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ CV ആയിട്ട് പ്രിപ്പയർ ചെയ്യില്ല. 5 വർഷവും 10 വർഷവും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ നമ്മളുടെ CV ആണ് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇത് ചെയ്യുന്നത് നമ്മളുടെ പ്രൊഫഷണൽ CV ആണ്. ആ CVയിൽ നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മുടെ നോളജുകളും നമ്മളുടെ സ്കില്ലുകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിന് പകരം ഇത് ഒരു A4 ഷീറ്റിനകത്ത് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് ആ CV നോക്കുമ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള CV കാണുമ്പോൾ അവർ ആ CVകൾ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത്, നമ്മളുടെ ആളുകൾ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേക്കൻസികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ അപ്ലൈ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് പലർക്കും എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ നോക്കുക, കേരളത്തിൽ നിന്ന് മാത്രമുള്ള നഴ്സുമാരല്ല ഈ UK വരുന്നത്, ലോകത്തെ എല്ലാ രാജ്യത്തുമുള്ള നഴ്സുമാരുണ്ട്. ഇവിടെ ഒരു എംപ്ലോയറുടെ അടുത്ത് ഒരു വേക്കൻസിക്ക് 10 CVകൾ ചെല്ലുമ്പോൾ ഏറ്റവും എക്സ്പീരിയൻസും ഏറ്റവും ക്വാളിഫൈഡും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എംപ്ലോയർ എപ്പോഴും താല്പര്യപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് പലർക്കുമുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 6 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, അത് വളരെ ചെറിയ ഒരു എക്സ്പീരിയൻസ്. ഇനി അതല്ല എങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും 5 വർഷം മുമ്പാണ് അവർക്ക് രജിസ്റ്റേഡ് നേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ലോങ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുകൾ. ഇതാണ് രണ്ടാമത്തെ റീസൺ പലപ്പോഴും നമ്മുടെ എംപ്ലോയേഴ്സ് CVകൾ കൺസിഡർ ചെയ്യാത്തതിൻ്റെ രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, ലാംഗ്വേജ് ബാരിയേഴ്സ്. ഒരു പക്ഷേ പലരും UK 5 വർഷവും 10 വർഷവുമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം, പക്ഷേ സ്റ്റിൽ അവർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. കാരണം സിപ്പ് പാത്വേയിൽ കൂടി IELTS അല്ലെങ്കിൽ OET ഒന്നും പാസ്സാകാതെ എടുത്തവരും, ഇനി അതല്ല IELTS OET പാസ്സായവരാണെങ്കിൽ പോലും പലപ്പോഴും ഒരു എംപ്ലോയർ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ആൻസർ പോലും പറയാനില്ലാതെ അവർ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നു. ഒരു പക്ഷേ അത് ഇൻ്റർവ്യൂ നെർവസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അതല്ല എങ്കിൽ അവർക്ക് ലാംഗ്വേജ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം, അതല്ല എങ്കിൽ പലപ്പോഴും അവർക്ക് എന്ത് പറയണം എന്നറിയാത്തത് കൊണ്ടാകാം. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു റീസൺ പല ആളുകളും ജോബ് അൺസക്സസ്ഫുൾ. കാരണം പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അവരുടെ IELTSൻ്റെ സ്കോറോ അല്ലെങ്കിൽ OETയുടെ സ്കോറൊക്കെ വളരെ നല്ല സ്കോറായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിന് വന്നു കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ പറയാൻ പോലും അവർക്കറിയില്ല. പ്രത്യേകിച്ച് ഞാൻ കാണുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈഹാർട്ടായിട്ട് പല ക്വസ്റ്റിനെക്കുറിച്ച് ആൻസർ പഠിച്ചിട്ട് വരും. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയും. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവർ മനസ്സിലാവും ഇവർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല പറയുന്നത്, ഇവർ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതാണ് പലപ്പോഴും പല എംപ്ലോയേഴ്സും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള കാര്യം. ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പാണ്. പ്രത്യേകിച്ച് UK കെയർ വിസയിലുള്ള ആളുകൾ പലപ്പോഴും അവർക്ക് രജിസ്റ്റേഡ് നേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, നാട്ടിലും അല്ലെങ്കിൽ വിദേശത്തും ഉണ്ടായിരിക്കും. പക്ഷേ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിട്ട് അവർ കെയറായിട്ട് വർക്ക് ചെയ്യണം, അവർക്കൊരു അക്യൂട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പം അതിന് ആ ഒരു സാഹചര്യത്തിനകത്ത് എംപ്ലോയറെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അക്യൂട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആപ്ലിക്കൻ്റ് വരുമ്പോൾ ആ ഒരു ആപ്ലിക്കൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ തയ്യാറാകുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു റീസണും കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു 7 വർഷത്തിനുള്ളിൽ UK ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് NHS ഹോസ്പിറ്റൽ എടുത്ത് നോക്കിയാലും ആവശ്യത്തിൽ കൂടുതൽ മലയാളികളുണ്ട്. വളരെ പല ഹോസ്പിറ്റലുകളും വളരെ ഇതായിട്ട് മുഖത്തൊക്കെ ഒരു മലയാളിയായി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകളെ വേണ്ട. കാരണം അവർ യൂസ് ചെയ്യുന്ന വേർഡ് ഡൈവേഴ്സിറ്റി വേണമെന്നാണ്. പക്ഷേ നമ്മുടെ ആളുകളുടെ നല്ല കയ്യിലിരിപ്പ് കാര്യം കൊണ്ട് പല ട്രസ്റ്റുകളും വേണ്ട എന്ന് പറഞ്ഞ സാധ്യതയുണ്ട്. അതിൻ്റെ വളരെ കൃത്യമായ എവിഡൻസുകളും എൻ്റെ കയ്യിലുണ്ട്. കാരണം പല ട്രസ്റ്റുകളും എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡൈവേഴ്സിറ്റി വേണം, ഞങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ നിന്ന് ആളുകളെ വേണ്ട, അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മതി. അതിന് പറയാൻ കാരണം, ഞാൻ ഈ ഒരു ഓസ്കി ട്രെയിനിങ് സെൻറ്റർ നടത്താൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇവിടെ കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള കാൻഡിഡേറ്റ്സും വന്ന് ഇവിടെ എക്സാം എഴുതുന്നുണ്ട്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും ജോലി കിട്ടുന്നുണ്ട്. പല കാൻഡിഡേറ്റ്സും പല ഓഫറുകളും വേണ്ടാന്ന് പറഞ്ഞിട്ട് എംപ്ലോയർമാർ ചേസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ നല്ല ലാംഗ്വേജ് ഉണ്ട്, അതേപോലെ അവർ വളരെയധികം കമ്മിറ്റഡ് ആണ്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട റീസൺസ് ജോലി കിട്ടാത്തതിൻ്റെ. അതല്ലാതെ ജോലി കിട്ടാത്തത് എംപ്ലോയർക്ക് വേക്കൻസി ഇല്ലാത്തിട്ടോ, അതല്ല എങ്കിൽ വേക്കൻസി ഇല്ല എങ്കിൽ ഒരു എംപ്ലോയറും അവരുടെ വേക്കൻസികൾ അഡ്വർടൈസ് ചെയ്യില്ല. പ്രത്യേകിച്ച് NHS ട്രസ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ വേക്കൻസി ഇല്ല എങ്കിൽ ഒരിക്കലും അവരുടെ വേക്കൻസികൾ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റ് പോർട്ടലുകളിലോ അഡ്വർടൈസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എങ്ങനെ നിങ്ങൾക്ക് UK നിലവിലെ സാഹചര്യത്തിനകത്ത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഒരു വേക്കൻസി കിട്ടാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ജോലി കിട്ടാം എന്നും കൂടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നു.
ഒന്നാമത്തെ കാര്യം, ഏതൊരു ജോബിനും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും ആ ജോബിൻ്റെ ലൊക്കേഷനും ആ വേക്കൻസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നിങ്ങൾക്കുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണ്, നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ CV ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒരു കവർ ലെറ്റർ അടക്കം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ കവർ ലെറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു CV ഉണ്ടാക്കുക. ഇന്ന് ഒത്തിരിയധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് പ്രൊഫഷണൽ CV പ്രിപ്പയർ ചെയ്യുന്നത്. നേഴ്സിൻ്റെ വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു CV ഉണ്ടാക്കുക. അതിനകത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസുകളും സ്കില്ലുകളും നോളജുകളും നിങ്ങളെടുത്ത ട്രെയിനിങ്ങുകളും തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ കഴിഞ്ഞ 6 മാസത്തെ എക്സ്പീരിയൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തത്, നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളത് നേഴ്സാനായിട്ടല്ല വർക്ക് ചെയ്തത്, നിങ്ങൾ മറ്റേതൊരു രീതി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യുക. അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു 2 ബെഡിനകത്ത് അതൊരു 100 ബെഡിൻ്റെ ഹോസ്പിറ്റലാണോ, അതല്ലെങ്കിൽ ഒരു 500 ബെഡിൻ്റെ ഹോസ്പിറ്റലാണോ, എത്രയൊക്കെ അക്രഡിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആ CVയിൽ ചെയ്യുക. അപ്പം നിങ്ങളുടെ CV ആണ് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ ഇമ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തത്, നിങ്ങൾ CV അപ്ലൈ ചെയ്തു, നിങ്ങൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് പറ്റുന്നുള്ള സാഹചര്യം ഉള്ളപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുക. പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്കിടയ്ക്ക് കോളുകൾ വരാം, ഡിസ്ട്രാക്ഷൻസ് വരാം, നെറ്റ് കട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇഷ്ടംപോലെ ഇൻ്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു 1-2 ഇൻ്റർവ്യൂ ട്രെയിനിങ്ങൾ എടുക്കുക. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യമാണ്, ജോലിയുടെ കാര്യമാണ്. പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങൾ എടുക്കുക. അതേപോലെ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ ഒത്തിരി ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക, കാണുക, മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് പോവുക. അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പൂർണ്ണമാക്കി മനസ്സിലായതിനു ശേഷം മാത്രം ആൻസർ വരിക. അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ അതിന് മുമ്പേ ചാടി ആൻസർ പറയുന്ന ആ ഒരു ഇത് ഇല്ലാതാക്കുക. അവർ ചോദിച്ച ക്വസ്റ്റ്യന് കൃത്യമായ ആൻസർ പറയുക. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുക. അതേപോലെ നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു കാര്യം അസ്യൂം ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അവരോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒരു എംപ്ലോയറോട് അവരുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ച് നിങ്ങളെ ജോലിക്ക് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ റിജക്റ്റ് ചെയ്യുകയില്ല. കാരണം ഓരോ രാജ്യത്തുകാർക്കും ഓരോ ഏരിയയിലുള്ളവർക്കും ഉള്ള ആക്സൻറ്റുകൾ ഡിഫറൻ്റ് ആണ്. ആ ആക്സൻറ്റുകൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അത് എംപ്ലോയർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരോട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക. ഇനി ഉള്ളത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഇത് ചെയ്യുക. ലോങ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് എവിടെയെങ്കിലും വർക്ക് പ്ലേസ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് കരസ്ഥമാക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രെയിനിങ്, നേഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്ങുകളുണ്ട്, ഒത്തിരി അഡീഷണൽ ട്രെയിനിങ്ങുകൾ നിൽക്കാം. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എടുക്കാം. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു NHS ട്രസ്റ്റ് ആയിക്കോട്ടെ, ഒരു കെയർ ഹോം ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വൈ യു ആർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ആൻസർ ഉണ്ടാകുക. എന്താണ് നിങ്ങളെന്നും നിങ്ങളുടെ സ്കില്ലുകൾ എന്താണെന്നും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും നിങ്ങളുടെ നോളജ് എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു NHS ട്രസ്റ്റിൻ്റെ വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ ട്രസ്റ്റിൻ്റെ വാല്യൂസ്, എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രസ്റ്റ് ചൂസ് ചെയ്തു, അതിൻ്റെ കൃത്യമായ റീസൺസ് നിങ്ങൾ പറയുക. അതല്ലാതെ ഞാനൊരു വേക്കൻസി കണ്ടു ചുമ്മാ അപ്ലൈ ചെയ്തു എന്ന് പറയാതെ ആ ട്രസ്റ്റിൻ്റെ വാല്യൂ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ട്രസ്റ്റ് വാല്യൂ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആ ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റുകൾ, എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള നിങ്ങൾക്കുള്ള കരിയർ പ്രോഗ്രഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പം CV പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, കൃത്യമായിട്ട് വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ
അപ്ലൈ ചെയ്യുമ്പോൾ ലോകത്തുള്ള എല്ലാ വേക്കൻസികൾക്കും അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ സ്കില്ലിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികൾക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ലാതെ എല്ലാ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തു, ഞാൻ 100 വേക്കൻസിക്ക് അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് മാച്ച് ചെയ്യുന്നതും നിങ്ങളുടെ പ്രൊഫൈൽ മാച്ച് ചെയ്യുന്നതായിട്ടുള്ള വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നാട്ടിൽ IELTS OET പാസ്സായി നിൽക്കുന്നവർക്കുള്ള ഓപ്ഷൻസ് എന്താണ് എന്നും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വിദേശത്ത് ഉണ്ടായിരുന്ന ജോലിയും രാജിവെച്ച് നാട്ടിൽ വന്ന് 6 മാസവും 8 മാസവും ഒക്കെ സമയം സ്പെൻഡ് ചെയ്ത് IELTS അല്ലെങ്കിൽ OET ഒക്കെ പഠിച്ച് ചിലപ്പോൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും 5 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് പലരും IELTS OET ഒക്കെ പാസ്സാകുന്നത്. അങ്ങനെ പാസ്സായി അതിനുശേഷം NMC രജിസ്ട്രേഷനും ചെയ്ത് CBTയും പാസ്സായി ഓസ്കിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നേഴ്സുമാരുടെ മുമ്പിൽ നിലവിലെ സാഹചര്യത്തിനകത്ത് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മുമ്പിലുള്ള ആകപ്പാടെയുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് വിസിറ്റ് വിസയിൽ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ, അതല്ല എങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇതല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പോട്ടെ, UK വേണ്ട, UKയിൽ വേക്കൻസികൾ കുറവാണ്, അതല്ലെങ്കിൽ UK ഇൻ്റർനാഷണലിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നില്ല, നമുക്ക് വേറെ രാജ്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു രാജ്യം നിലവിൽ ആക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു രാജ്യവും എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിലുള്ള ആകപ്പാടെയുള്ള രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ലക്ഷക്കണക്കിന് വേക്കൻസികളുണ്ട്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും പ്രോസസ്സിനും വേണ്ടിയിട്ട് ഒരു 1.5 അല്ലെങ്കിൽ 2 വർഷം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പം 6 മാസവും 8 മാസവും ഇതിന് വേണ്ടിയിട്ട് UK വരാൻ വേണ്ടിയിട്ട് പ്രോസസ്സിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് പൈസയെ മുടക്കി ഈ സ്റ്റേജ് എത്തിയിട്ട് ഇതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിനും തുടങ്ങാൻ പോകണോ, അതെയോ ഈ ഒരു റൂട്ടിൽ കൂടി വന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കരസ്ഥമാക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടാമത്തെ രാജ്യം എടുക്കുക, അയർലൻഡ് എടുക്കുക. അയർലൻഡ് സിറ്റുവേഷൻ ഇല്ല. അയർലൻഡിൽ പോയി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് വിസിറ്റ് വിസ ചെയ്യണമെങ്കിൽ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണമെങ്കിൽ തന്നെ 2700 യൂറോ കോസ്റ്റ് ഉണ്ട്. അതല്ലാതെ വിസിറ്റ് വിസയും എല്ലാം അടക്കവും അയർലൻഡിൽ പോയി ഈ ഒരു എക്സാം എഴുതി വന്ന് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ മുകളിൽ അയർലൻഡിൽ മുടക്കണം. ഈ 5 ലക്ഷം രൂപ മുടക്കിയാൽ പോലും നിലവിലെ സിറ്റുവേഷനകത്ത് 3 to 5 years എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ഏരിയയിൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നിലവിലെ സാഹചര്യത്തിനകത്ത് അയർലൻഡിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ രാജ്യമാണ്, വേക്കൻസികൾ വളരെ കുറവാണ്. രണ്ടാമത്തത് HSCയിൽ ഫണ്ടുകളും കുറവുകൊണ്ട് തന്നെ അയർലൻഡിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ രാജ്യമെടുക്കാം, ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് UK നിന്ന് മൂവ് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയയിലേക്കാണ്. ഓസ്ട്രേലിയയിൽ ഒത്തിരിയധികം വേക്കൻസികൾ ഉണ്ടായിരുന്നു. 2022-23 കാലഘട്ടത്തിൽ ഒത്തിരിയധികം വേക്കൻസി ഉണ്ടായിരുന്നു. നിലവിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടിയ ഏകദേശം 2000-ഓളം നേഴ്സുമാർ UKയിലുണ്ട്. UK എക്സ്പീരിയൻസുമായിട്ട് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടിയ 2000 മുതൽ നേഴ്സുമാർ നിലവിൽ UKയിലുണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിച്ച ഒരാൾക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ഓസ്ട്രേലിയ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതണം, ഓസ്ട്രേലിയയിൽ പോയി ഓസ്കി എക്സാം എഴുതണം, ഇതേപോലെ വിസിറ്റ് വിസയിൽ പോയി ഓസ്കി എക്സാം എഴുതണം. അതല്ല എങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകണം. അതിനുള്ള കോസ്റ്റുകളും കമ്പയർ ചെയ്ത് നോക്കും. ഓസ്ട്രേലിയയിൽ പോയി ഇംഗ്ലീഷും എഴുതി ഓസ്കി എഴുതി വിസിറ്റ് വിസയിൽ പോയി അവിടെ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 8 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കണം. ഇനി അതല്ല നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകണമെങ്കിൽ 25 ലക്ഷം രൂപ കൊടുക്കണം. ഇതാണ് ഓസ്ട്രേലിയയുടെ സിറ്റുവേഷൻ. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയാലും എൻ്റെ പോയിന്റിലുള്ള ക്വസ്റ്റ്യൻ, UK 5 വർഷവും 6 വർഷവും എക്സ്പീരിയൻസ് ഉള്ള ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനുള്ള ആളുകൾ, PR എലിജിബിലിറ്റി ഉള്ളവർ, അങ്ങനെ PR കിട്ടിയ ആളുകൾ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാതെ വെയിറ്റ് ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുന്ന ഒരാൾക്ക് ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് എംപ്ലോയർ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് വർക്ക് വിസ കൊടുക്കുന്നതിലും എളുപ്പം PR ഉള്ള ഒരു ആപ്ലിക്കൻ്റ് എടുക്കുകയാണെങ്കിൽ എംപ്ലോയറെ സംബന്ധിച്ച് കോസ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലൻഡ് സിറ്റുവേഷൻ അറിയാം. ആയിരക്കണക്കിന് നേഴ്സുമാരാണ് ന്യൂസിലൻഡിൽ ഓൾറെഡി പോയി രജിസ്ട്രേഷൻ കിട്ടി ജോലിയില്ലാതെ നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിനകത്ത് ന്യൂസിലൻഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ പോലും, അതല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ പോയി CBT ഓസ്കി എഴുതിയാൽ പോലും, രജിസ്ട്രേഷൻ കിട്ടിയാൽ പോലും ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേത് രാജ്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഏറ്റവും കുറഞ്ഞ ചിലവിൽ വരാൻ പറ്റുന്നതും ജോലി കിട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റികളും ഉള്ളത് UK ആണ്. ഇത് ഒരു ആളുടെ മുമ്പിൽ എന്താ പറയുക, ആളുകളെ പറ്റിക്കാനോ ഇത് ചെയ്യാനോ അല്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത. ഈ ഒരു രീതിയിൽ 24/7 ഒരു റിക്രൂട്ടർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയും ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ നോളജും അറിവും കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2023 സെപ്റ്റംബറിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. UK-ലേക്കുള്ള NHS റിക്രൂട്ട്മെൻറ്റുകൾ നടത്താൻ പോവുകയാണ്.
ഡിസംബർ 31 കൂടി യുകെയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തും. ഈ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തിക്കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വരാനുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറി വരിക. അതേപോലെ നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി രാജിവെക്കരുത്, നിങ്ങൾ കയറി വരിക എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ശതമാനം മലയാളികൾ എന്താ പറയുക, എന്നെ തെറിയും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. കാരണം യുകെയിലെ റിക്രൂട്ട്മെൻറ്റ് നിർത്തുന്നത് പറയാൻ നീ ആരാണ്, നിനക്ക് എന്ത് റൈറ്റാണുള്ളത്, അങ്ങനെ ഇൻഫർമേഷൻ ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ പല ട്രസ്റ്റുകളാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ ട്രസ്റ്റുകൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലോ. എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 2021 ഡിസംബറിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി. ഇനി അതിലുപരി എനിക്ക് സംഭവിച്ചൊരു കാര്യം കൂടിയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 45 പരാതികളാണ് എനിക്കെതിരെ NHSലേക്ക് ആളുകൾ അയച്ചത്. ഞാൻ വ്യാജമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് 45 പരാതികളാണ് അവിടുത്തെ. ഇന്നും നിങ്ങൾ പോയി നോക്കിയാൽ സെർച്ച് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് 33 വർഷമായിട്ട് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം അവരുടെ ഫേസ്ബുക്ക് പേജിൽ 2023 സെപ്റ്റംബർ 21 പോസ്റ്റ് ചെയ്തു. ഇവിടെ ഒരാൾ റൂമേഴ്സ് പരത്തുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റുകൾ ഇല്ല എന്ന് പറഞ്ഞ് റൂമേഴ്സ് പരത്തുന്നുണ്ട്. UK റിക്രൂട്ട്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും, UK ആയിരക്കണക്കിന് വേക്കൻസികളുണ്ട്, ഞങ്ങൾ കണ്ടറിൽ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല സ്ഥാപനങ്ങൾ, റിസർച്ചുള്ള പല സ്ഥാപനങ്ങളും ഇത് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി നോക്കിയാൽ കാണാം. പക്ഷേ എന്ത് സംഭവിച്ചു? സെർച്ച് എന്ന് പറയുന്ന സ്ഥാപനം പോലും ഇന്നില്ല, അടച്ചുപൂട്ടിപ്പോയി. എന്താണ് ഇത്? നമ്മൾ അറിയുന്നത് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ഞാനൊരു സ്ഥാപനമായിട്ട് റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. അതല്ലാതെ ഇത് ഇട്ടിട്ട് വീഡിയോ കിട്ടിയിട്ട് റീച്ച് കിട്ടിയിട്ട് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അതിനുള്ള ഒരാളുമല്ല ഞാൻ. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളിത് മനസ്സിലാക്കുക, ഇതനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.